നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് STVയുടെ ഉത്രാടദിന ആശംസകൾ. ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. നഗരസഭയിലെ 31-ാം വാർഡായ അന്തിമഹാകളഞ്ചിറ വാർഡ് കൗൺസിലർ സി സന്ധ്യയാണ് രാജി സമർപ്പിച്ചത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും VK ശ്രീകണ്ഠൻ MPയുടെ വാർഡിനോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കൗൺസിലർ സി സന്ധ്യ. നഗരസഭാ കൗൺസിലർ രാജി CPM-ന്റെ കപടതന്ത്രമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. രാജിക്ക് കാരണം CPM-ന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനമെന്നും കോൺഗ്രസ്. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 3-ാം റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണ പ്രവൃത്തികൾ 450 കോടി രൂപ ചെലവിൽ. പുഴയിൽ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 3-ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നും റെയിൽവേ അധികൃതർ. മലയാളനാട് ഉത്രാടപ്പാച്ചിലിൽ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി മലയാളികൾ തയ്യാറെടുത്തു തുടങ്ങി. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ ഇനി ഓണപ്പുലരിയിലേക്ക്. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. തൃശൂരിൽ ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. നഗരസഭയിലെ 31-ാം വാർഡായ അന്തിമഹാകളഞ്ചിറ വാർഡ് കൗൺസിലറായ സി സന്ധ്യയാണ് രാജിവെച്ചത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും VK ശ്രീകണ്ഠൻ MPയുടെ വാർഡിനോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സി സന്ധ്യ പറഞ്ഞു. സ്ത്രീ പീഡന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഇത് അംഗീകരിക്കാനാകില്ല. കൂടാതെ VK ശ്രീകണ്ഠൻ MP പൂർണ്ണമായും ഫണ്ട് നൽകാതെ വാർഡിനെ അവഗണിക്കുകയാണ് ചെയ്തത്. നഗരസഭയിലെ കോൺഗ്രസിൻ്റെ 3 വാർഡുകൾക്ക് ഹൈമാസ്റ്റർ ലൈറ്റ് നൽകിയിട്ടും 31-ാം വാർഡിന് മാത്രം തുക നൽകിയില്ല. വാർഡിൻ്റെ വികസനത്തിന് കൂട്ടുനിൽക്കേണ്ടവർ അവഗണിക്കുകയാണ് ചെയ്തത്. ഇതാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സി സന്ധ്യ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറാണ് സന്ധ്യ. 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ 135 വോട്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് സന്ധ്യ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതേ വാർഡിൽ നിന്നും 452 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ സന്ധ്യ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചതായി ഒരു കത്തും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 33 അംഗങ്ങളുള്ള നഗരസഭയിൽ 17 CPM, 9 BJP, 6 കോൺഗ്രസ്, 1 SDPI എന്നിങ്ങനെയാണ് സീറ്റ് നില. സന്ധ്യയുടെ രാജിയോടെ കോൺഗ്രസിൻ്റെ അംഗബലം 5 കുറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് കൗൺസിലർ രാജി CPM-ന്റെ കപടതന്ത്രമെന്ന് ഷൊർണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. CPM-ന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനത്തോടെയാണ് കൗൺസിലർ രാജിയെന്നും കോൺഗ്രസ്. 10 വർഷം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിലറായി 2 മാസം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാസത്തെ കൗൺസിൽ അലവൻസ് അടക്കം വാങ്ങി അവസാന ആനുകൂല്യം കൂടി കൈപ്പറ്റി പാർട്ടിയെ അറിയിക്കാതെയാണ് കൗൺസിലർ രാജിവെച്ചതെന്നും ഇതിന്റെ പിന്നിൽ CPM-ന്റെ കപടതന്ത്രവുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും ജോലി സ്വപ്നം കൊണ്ടുകൊണ്ടുമാണ് CPM പറയുന്ന തത്തമ്മേ പൂച്ച എന്നിവ ഏറ്റുപറയുകയാണെന്നും നഗരസഭയിലെ നിലവിലുള്ള 6 ആശാവർക്കർമാരിൽ ഒരാളായി നിയമനം നടത്താമെന്നാണ് വാഗ്ദാനം. നഗരസഭയിലെ കഴിഞ്ഞ കാലങ്ങളിലെ ദുർഭരണം മൂടിവെക്കുന്നതിന് ഇവർ ചാക്കുമായി ഇറങ്ങിയിരിക്കുകയാണ്. MP ഫണ്ട് അനുവദിക്കുന്നത് CPM-നെ പോലെ പാർട്ടി ഓഫീസിൽ നിന്നല്ല. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് MP ഫണ്ട് അനുവദിക്കുന്നത്. 10 വർഷത്തോളം തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുമാണ് ഇന്നലെ രാജിവെച്ച കൗൺസിലർ. CPM-മായി ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾക്ക് പത്രദൃശ്യമാധ്യമങ്ങളോട് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. ഇവർ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് പരസ്പരം ഒരു പോരടിക്കുന്ന ഒരു നയം സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ അമർഷമുണ്ടായിരുന്നു. ആ അമർഷം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പലതവണ നമ്മളത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവരെല്ലാം പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്നെല്ലാം പറഞ്ഞതാണ്. CPM ഭരിക്കുന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 1 കോടി രൂപ ആശുപത്രി ഫണ്ട് അനുവദിച്ചതും ടൗൺ സ്റ്റാൻഡിൽ ടാക്സിക്കാർക്ക് സൗകര്യമൊരുക്കിയതും ആവശ്യപ്രകാരമാണ്. രാജിവെച്ച കൗൺസിലർ ഇതുവരെ വാർഡിലെ വികസനത്തിനായി MP-യോട് ഒരു ഫണ്ടും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി സ്വന്തം വാർഡിലെ വികസന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും എതിരാക്കി മുന്നോട്ടു പോവുകയാണ്. കൗൺസിലറെ വിളിച്ച് പാർട്ടി താക്കീത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്നും വലിയ കോലാഹലം മുഴക്കി രാജിവെച്ചവരുടെ സ്ഥിതി ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് MP ഈ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റോ നോക്കിയല്ല പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസനം നടത്തുന്നത്. നമുക്കറിയാം, ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത് CPM ആണ്.
അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളും വിവിധ വാർഡുകളും ഒക്കെ ഉൾപ്പെടുത്തി MP വികസനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ, വികസനം നടത്തുമ്പോൾ MP നൽകിയ ഹൈമാസ് റേറ്റിൽ തൻ്റെ വാർഡിലേക്ക് ഹൈമാസ് റേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും MP കുറിച്ച് നടത്തിയ ആരോപണം. നേതാക്കളായ TK ബഷീർ, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 3ാം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണ പ്രവൃത്തികൾ 450 കോടി രൂപ ചെലവിലാണ്. പുഴയിൽ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 3ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നും റെയിൽവേ അധികൃതർ. പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തോട് ചേർന്നാണ് റെയിൽവേയുടെ 3ാം പാലം നിർമ്മിക്കുക. ഷൊർണൂർ എറണാകുളം റെയിൽപാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാനാണ് 3ാം പാലവും നിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് ഭാരതപ്പുഴയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 450 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പാലം നിർമ്മിക്കുക. പാലത്തോട് ചേർന്നുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയായി. 3ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളിൽ ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്തത്ര തിരക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ എറണാകുളം പാതയിൽ ഗതാഗതം 100%-ലേറെയതിനാൽ വണ്ടികളിൽ പലതും ക്രോസിംഗ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ വേഗതയേറിയ തീവണ്ടികളെ കടത്തിവിടുന്നത്. വന്ദേ ഭാരതിനു പുറമെ സൂപ്പർ ഫാസ്റ്റ് തീവണ്ടികൾക്ക് വേണ്ടിയും മറ്റു വണ്ടികൾ പിടിച്ചിട്ടും. നേത്രാവതി എക്സ്പ്രസ് തീവണ്ടി പോലുള്ള ദീർഘദൂര വണ്ടികൾ 2 മണിക്കൂറോളമാണ് പലപ്പോഴും വൈകാറുള്ളത്. ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കാറുണ്ട്. ഷൊർണൂർ മുതൽ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും പാളങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്രാടപ്പാച്ചിലിൽ മലയാള നാട്. അവസാനവട്ട ഒരുക്കങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ ഓണപ്പുലരിയിലേക്ക്. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. നന്മയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ നാട് ഓണപ്പുലരിയിലേക്ക്. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ രാവിലെ മുതൽക്കു തന്നെ ഒരുക്കത്തിലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ. നാളെ തിരുവോണം ആഘോഷിക്കാനാണ് ഈ പാച്ചിൽ. ഉച്ചയോടെ തന്നെ ഓണാഘോഷത്തിനുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കാനുള്ള തിരക്കിൽ. ഓണക്കോടിയും ഓണസദ്യയ്ക്കുള്ളതെല്ലാം വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി തിരുവോണത്തിനുള്ള പൂക്കളങ്ങൾ ശേഖരിക്കും. തിരുവോണപ്പുലരിയിൽ വിപുലമായ പൂക്കളവും ഒരുക്കും. അത്തം പിറവിയോടെ തന്നെ നാട് ഓണപ്പാച്ചിലായിരുന്നു. ഓരോ ദിവസവും തിരക്കായിരുന്നു എല്ലാം വാങ്ങിയൊരുക്കാൻ. പൂരാട വാണിഭവും ഉഷാറായിരുന്നു. ഇടയ്ക്കൊക്കെ മഴ പെയ്തെങ്കിലും അത് കാര്യമായി ബാധിച്ചില്ല. ഓണം സമ്പൽ സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ്. ലോകത്തിൽ എവിടെയായിരുന്നാലും മലയാളികൾ ഓണം ആഘോഷിക്കും. ഓണം കാർഷിക സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ്. വിളവെടുപ്പ് കാലമാണ്. നാട്ടിലെങ്ങും ഓണാഘോഷ പരിപാടികളും സജീവമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ ട്രാഫിക് പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി ട്രാഫിക് എൻഫോഴ്സ്മെന്റിലെ സിവിൽ പോലീസ് ഓഫീസറായ കൊടുന്തിരിപ്പള്ളി സ്വദേശി S അർജുനനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ ഷൊർണൂരിലെ സ്വകാര്യ കെട്ടിടത്തിൻ്റെ വരാന്തയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. 36 വയസ്സായിരുന്നു. കുറച്ച് വർഷമായി പരുത്തിപ്പുറയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസം. മരണകാരണം വ്യക്തമല്ല. ഷൊർണൂർ പോലീസ് നടപടികൾ സ്വീകരിച്ചു. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ആശയമുയർത്തി കണ്ടേമറം യൂണിറ്റിലെ മിനി സിവിൽ സ്റ്റേഷനിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV സുജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രവർത്തക ജാനകി, യൂണിറ്റ് സെക്രട്ടറി M ജയഗോപാൽ, ഏരിയ ജോയിന്റ് സെക്രട്ടറി KK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. തൃശ്ശൂരിൽ ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ. അഴീക്കോട്ട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ തൊഴിലാളികളാണ് കടലിൽ ഓണസദ്യയുണ്ടത്. 45 തൊഴിലാളികൾ ഓണസദ്യയിൽ പങ്കെടുത്തു. അഴീക്കോട്ട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വാഗച്ചാർത്ത് എന്ന വള്ളത്തിലായിരുന്നു ഓണസദ്യ. ചോറ്, സാമ്പാർ, പായസം, പപ്പടം തുടങ്ങിയവ വള്ളത്തിൽ തന്നെയാണ് പാചകം ചെയ്തത്. മറ്റു കറികൾ തൊഴിലാളികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. 45 തൊഴിലാളികളാണ് കടലിലെ ഓണസദ്യയിൽ പങ്കെടുത്തത്. ആര്യക്കാരൻ സോജൻ്റെയും ശ്രാങ്ക് സുധീഷിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഓണസദ്യ. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മങ്കരപരിശ്ശേരിയിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഓണാഘോഷവും മാവേലി ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഒപ്പം ഗൃഹസന്ദർശനവും ഒരുക്കിയിരുന്നു. മാവേലിയുടെയും വാമനന്റെയും ഗൃഹസന്ദർശനവും ഉണ്ടായി. 300-ലേറെ വീടുകളിൽ സന്ദർശിച്ച് അനുഗ്രഹവും മധുരവും നൽകി. മാവേലിയായി വിജയനും വാമനായി 1ാം ക്ലാസ്സുകാരൻ ശ്യാംദേവ് നാരായണനും വേഷമിട്ടു.
10ാം വാർഡിലെ മുഖ്യ ഹരിദാസിൻ്റെ ക്ഷണപ്രകാരം സമയമില്ലെങ്കിലും 10ാം വാർഡ് സന്ദർശിക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ ഇതുവരെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരെയും കാണുന്നതാണ്. എല്ലാവർക്കും ഓണാശംസകൾ. എസ് ഹരിദാസ്, പി ഹരിദാസൻ, സജീഷ്, PC വാസു, KK സേതുമാധവൻ, സച്ചിൻ, വിഷ്ണു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. മലയാളികളുടെ ദേശീയോത്സവമായ ഈ പൊന്നോണ നാളിൽ സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ പൊന്നോണ നാളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാബലി തമ്പുരാൻ മങ്കര പരീശ്ശേരിയിലെ 10ാം വാർഡിൽ എത്തിയിരിക്കുകയാണ്. 10ാം വാർഡിലുള്ള മുഴുവൻ വീടുകളിലും എത്തി അദ്ദേഹത്തിൻ്റെ പ്രജകളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ 10ാം വാർഡ് നിവാസികൾക്കും ഒരു പൊന്നോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്ര കിഴക്കുമുറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശാദേവി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. നഗരസഭയിലെ 31ാം വാർഡായ അന്തിമഹാകളഞ്ചിറ വാർഡ് കൗൺസിലർ C സന്ധ്യയാണ് രാജി സമർപ്പിച്ചത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും VK ശ്രീകണ്ഠൻ MPയുടെ വാർഡിനോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കൗൺസിലർ C സന്ധ്യ. നഗരസഭാ കൗൺസിലറുടെ രാജി CPM-ന്റെ കപടതന്ത്രമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. രാജിക്ക് കാരണം CPM-ന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനമെന്നും കോൺഗ്രസ്. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 3ാം റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണ പ്രവൃത്തികൾ 450 കോടി രൂപ ചെലവിൽ. പുഴയിൽ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 3ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നും റെയിൽവേ അധികൃതർ. മലയാള നാട് ഉത്രാടപ്പാച്ചിലിൽ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി മലയാളികൾ തയ്യാറെടുത്തു തുടങ്ങി. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ ഇനി ഓണപ്പുലരിയിലേക്ക്. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. തൃശ്ശൂരിൽ ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.